നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അയ്യോ ഇന്ദ്രജേ, കണ്ണിന് വല്ലാത്ത വിങ്ങല്. അയ്യോ പിന്നെ വിങ്ങലുണ്ടാവില്ലേ? അത്രയും വലിയ കല്ലല്ലേ വന്ന് കൊണ്ടത്. അയ്യോ, എല്ലാവരും കല്ലെറിഞ്ഞവനെ തിരഞ്ഞ് നടക്കുക. ഞാൻ നന്ദിനി അടിക്കാൻ പറഞ്ഞിട്ട് എങ്ങനാ ഇത്ര കൃത്യമായിട്ട് എന്റെ കണ്ണിലേക്ക് തന്നെ പണി തന്നത്? അത് പിന്നെ 30 ഡിഗ്രി ഉയരത്തിൽ വേണം, കൈ ചൂണ്ടുന്നിടത്ത് വേണമെന്നൊക്കെ പറഞ്ഞ ഞാൻ പിന്നെ എന്ത് ചെയ്യാന്? അതെ, എന്റെ ദേഹത്ത് കൊള്ളുമെന്ന് താൻ കരുതിയോ? കരുതി കൂട്ടി ചെയ്തതാണല്ലേ? ഞാനെന്തിനാ കരുതിക്കുട്ടി ചെയ്യുന്നേ? ഇങ്ങനെ കണ്ണു കെട്ടി വെച്ചാ വിജയെ കാണാൻ വല്ല വൃത്തിയുണ്ടോ? അല്ലെങ്കിൽ ഞാൻ സുന്ദരനാണല്ലേ? പറയുന്നൊന്ന് മുഴുവനാക്കാൻ സമ്മതിക്കണ്ടേ? അല്ലെങ്കിലേ മങ്ങിയില്ലാന്ന് പറയായിരുന്നു. അങ്ങനെയാണോ? ഇന്ദ്രജേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു രോഗിയാ. കുറച്ചുകൂടെ കാരുണ്യമൊക്കെ ആവാം കേട്ടോ. വിജയൊന്നും മിണ്ടാതിരുന്നേ. ഞാൻ മിണ്ടായിരിക്കുന്നേ. 2 തവണ നമ്മുടെ പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞു. വിജയുടെ കയ്യില് പ്ലാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തൊന്ന് പ്ലാനാ? അയ്യോ, എന്റെ കയ്യിലാ. കേടാകാൻ ഈ ശരീരത്തിൽ ഇനി കുറച്ച് ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ ഞാൻ വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കും. ഇന്ദ്രജെ, ഒരാൾക്ക് അസുഖം ഉണ്ടാവുമ്പോ ഒരാൾ കൂടെ ഉണ്ടാകുന്നത് ഒരു സുഖമാണ്. ഞാൻ ഈ പരുവത്തിന്ന് എഴുന്നേറ്റിട്ട് പോരെ ഇന്ദ്രജയുടെ പരീക്ഷണം. അപ്പോ ഇന്ദ്രജ കിടന്നാ എനിക്കും നോക്കാലോ. ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ? ആ ഡോക്ടർ എന്റെ വാക്കും കൂടെ ഒരു പ്ലാസ്റ്റർ ഇട്ടാ മതിയായിരുന്നു. തിന്നുമ്പോ മാത്രം എടുത്താ മതിയല്ലോ. ഒരു മാർഗമുണ്ട്, അവൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗം. എന്ത് മാർഗം? വിജയ് കണ്ടോ, ഞാൻ ഇപ്പൊ തന്നെ അത് നടത്തി തരും. ഇന്ദ്രജെ, ഈ അവസ്ഥയിലിരിക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ പറയാ. അത് വേണോ? ഇന്ദ്രജ ഒരു കാര്യം തീരുമാനിച്ചാ അത് നടത്തിയിരിക്കും. കിട്ടാനുള്ളത് കിട്ടിയാലേ പഠിക്കൂ. എന്ത് ചെയ്യാനാ?